കിടക്കുന്നെങ്കിൽ ഒന്ന് രണ്ട് വേർഷനകത്ത് ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞൊരു വേർഷനകത്ത് കിടക്കുന്നത് ഹി ഷോൺ ഹിംസെൽഫ് എന്ന. അവൻ തന്നെ അവൻ എന്ത് ചെയ്തു? എനിക്കറിയില്ല, ദൂത് മാറിപ്പോകുന്നു. എൻ്റെ വിഷയ സക്കായിയ എങ്കിലും ദൂത് മാറുന്നു രാത്രി. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. ന്യൂ ലിവിങ് ട്രാൻസ്ലേഷൻ പറയുന്നത് ഹി ഷോൺ ഹിംസെൽഫ് എന്നാ അവൻ അവനിൽ തന്നെ എന്ത് ചെയ്തെന്നാ. ആരാണെന്ന്? ഇവനെന്താ ചെയ്തേ? സഹോദരൻ പറഞ്ഞേ. ചില കുഞ്ഞുങ്ങളുടെ ചില ക്യാരക്ടറുകളൊക്കെ കാണുമ്പോൾ നാം ചിലപ്പോഴൊക്കെ പറയാറില്ലേ, അത് അവൻ്റെ അപ്പൻ്റെ തന്നെയാണ്. മനസ്സിലായില്ല? ചിലപ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചിലരൊക്കെ ചില ഇരിപ്പുകൾ, സ്റ്റൈലുകൾ, അല്ല ചില ക്യാരക്ടറുകളൊക്കെ കാണിക്കുമ്പോൾ ഇത് ഇവൻ്റെ അപ്പനും ഉണ്ടായിരുന്നു, ഇവൻ്റെ വലിയപ്പനും ഉണ്ടായിരുന്നു. ഇത് തന്നെ യേശു ഈ സക്കൈ അതാണ് അല്ലെങ്കിൽ അവിടെ ആ വേർഷനിൽ കിടക്കുന്നത്. അതുകൊണ്ട് നോക്കിയാൽ ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ, അതിനകത്ത് ഒത്തിരി മീനിങ് ഉണ്ട്. ഇവൻ അബ്രഹാമിന്റെ മകനാകയാൽ, ഹല്ലേലൂയ. ഒന്നുകൂടെ ആവർത്തിക്കുന്ന വാക്ക് എന്താ? ഇവന് തന്നെ തെളിയിച്ചു. ഇവൻ ആര്? ഇവൻ അബ്രഹാമിന്റെ മോനാണെന്ന്. എന്താ? ഞാനിത് ചിന്തിച്ചപ്പോ, ഈ വർഷം കണ്ടപ്പോ എനിക്ക് സംശയമായി, ഇവനും അബ്രഹാമും തമ്മിൽ എന്താ ബന്ധം? ഇവൻ ചുങ്കക്കാരന് മുദ്രകുത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഇവന്റെ വീട്ടിലേക്ക് യേശു പോകുമ്പോ നാട്ടുകാർ പറഞ്ഞത് പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കാൻ ഇവൻ പോകുന്നെന്നാ പറഞ്ഞത്. പക്ഷെ അബ്രഹാമിനെ സംബന്ധിച്ച് ആരും അങ്ങനെ പറഞ്ഞില്ല. ഹിത്യർ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത് നീ ഞങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ ഒരു പ്രഭുവാണെന്ന്. ക്യാരക്ടറുകളിൽ, അവരുടെ ജീവിതത്തിന് നിലവാരങ്ങളിൽ രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്നെങ്കിലും യേശു പറഞ്ഞത് ഇവനെ തന്നെ തെളിയിച്ചു. അവനെ തന്നെ തെളിയിച്ചു ഇവൻ ആരാണെന്ന്. അതുകൊണ്ട് ഈ വീടിനെന്തോ വന്നു. ഉറക്കെ പറഞ്ഞതില് ഇന്ന് രാത്രി നീ ഹല്ലേലൂയ കർത്താവിന്റെ സന്തതിയാന്ന് തെളിയിക്കാൻ തയ്യാറായ. ഞാൻ പലപ്പോഴും ഈ വാക്യം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. രക്ഷയും വിടുതലും ഒക്കെ വലിഞ്ഞു കയറി വരുന്ന കാര്യമല്ല. ഹല്ലേലൂയ. നീ തെളിയിക്കാൻ, ചിലതൊക്കെ തെളിയിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ രക്ഷയ്ക്കും വിടുതലിനുമൊന്നും നിന്നെ വിട്ടു പോകാൻ കഴിയില്ല. ഇവന്റെ വീട്ടിനകത്തുനിന്ന് രക്ഷയ്ക്ക് പോകാൻ കഴിയാതിരുന്നത് അന്ന് ആ കുടുംബത്തിനകത്തേക്ക് രക്ഷ കടന്നു വന്നതിന്റെ കാരണം ഇവനിൽ തന്നെ തെളിയിച്ചു. എന്താ? ഇവൻ അബ്രഹാമിന്റെ മോനാണെന്ന്. സഹോദരൻ, ഞാൻ ഈ രണ്ട് വാക്യം കൂടെ വെച്ച് എൻ്റെ കൊച്ചു മനസ്സിൽ പരിശുദ്ധാത്മാവ് തന്ന ചിന്ത, ഹല്ലേലൂയ, സാന്നിധ്യത്തിൽ പ്രതികരിച്ചവനാ അബ്രഹാം. ഒരു നല്ല സ്തോത്രം പറ. ഈ ഭാഗം ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ്, വേർഷം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തോട് ഇടപെട്ടത്, ഹല്ലേലൂയ, സാന്നിധ്യം വരുമ്പോൾ അടങ്ങിയിരിക്കുന്നവനല്ല ആര്. ഒന്ന് സ്തോത്രം പറയാമോ ദൈവത്തില്? ഹല്ലേലൂയ. എപ്പോഴൊക്കെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം പഠിച്ച എൻ്റെ വിഷയം അബ്രഹാമിൻ്റെയും ഹല്ലേലൂയ സ്തോത്രം ഈ സക്കായിയും തമ്മിലുള്ളൊരു കമ്പാരിറ്റീവ് സ്റ്റഡി അല്ല. നമ്മുടെ സക്കായിലേക്ക് തന്നെ മടങ്ങി വരികയാ. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തോട് ആ ദൂത് ഇടപെട്ടത് കൊണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ ഭാഗം വിടുകയാ. അബ്രഹാമിനെ നാം പഠിച്ച് ഉൽപ്പത്തി പുസ്തകം പഠിച്ചാൽ അബ്രഹാമിന് ദൈവം 10 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടെന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ കിടക്കുന്നത്. എന്നാൽ 10 പ്രാവശ്യമല്ല. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നാം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എടുക്കേണ്ട വാക്ക്, അവിടെ ഹല്ലേലൂയ ഹാരാനിൽ വെച്ച് തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോ 12-ാം അധ്യായം 1-ാം വാക്യം പറഞ്ഞു, അവിടെ വെച്ച് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ക്രമം വെച്ച് പഠിച്ചാൽ ഏകദേശം 10 പ്രാവശ്യം അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതല്ല സ്വരം. യഥാർത്ഥത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ പഠിച്ചാൽ അവിടെ സ്തേഫാനോസ് പറഞ്ഞൊരു വാക്കുണ്ട്, മെസ്സപ്പൊത്താമിയിലെ ഊരിൽ വെച്ച് തേജോമയനായ ദൈവം അവന് വെളിപ്പെട്ടു. ഒന്ന് സ്തോത്രം പറ. അങ്ങനാണെങ്കിൽ ഹാരാനിൽ വെച്ചല്ല 1-ാമത്തെ പ്രത്യക്ഷത. അബ്രഹാം അപ്പന്റെ വീട്ടിൽ ഇരിക്കുമ്പോ തേജോമയനായ ദൈവം, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, അവിടെ വെച്ച് വെളിപ്പെട്ടു. 1-ാമത്തെ പ്രത്യക്ഷതയ്ക്കകത്ത് അബ്രഹാം കൂടാരം മടക്കി അവൻ ഹാരാനിൽ വന്ന് പാർത്തു. 2-ാമത്തെ പ്രത്യക്ഷതയ്ക്കകത്ത് പിതൃനഗരത്തെ ചാർച്ചക്കാരെ വിട്ട് കാണിപ്പാന്റെ ദേശത്തേക്ക് പുറപ്പെട്ടു. എപ്പോഴൊക്കെ പ്രത്യക്ഷത വന്നിട്ടുണ്ടോ, എപ്പോഴൊക്കെ ദൈവസാന്നിധ്യം വന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ അതിനെ പ്രതികരിക്കുന്ന ഒരു കാഴ്ചപ്പാട് അബ്രഹാമിനുണ്ട്. സഹോദരൻ, ഹി ഷോൺ ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ അവനിൽ തന്നെ വെളിപ്പെടുത്തിയെന്ന് പറയുമ്പോ അബ്രഹാം പ്രത്യക്ഷതയുടെ മധ്യത്തിൽ പ്രതികരിക്കാൻ മടി കാണിക്കാത്തവനാ. സ്വരം. ഒരിക്കൽ സർവശക്തനായ ദൈവം വന്നിട്ട്, ഞാൻ നിന്റെ മഹത്തായ പ്രതിഫലം എന്ന് പറഞ്ഞ ഉടനെ ചോദ്യം വന്നു, ഞാൻ എന്തിനാൽ അറിയും എന്നൊക്കെ പറഞ്ഞ് ഈ എലയാസർ എനിക്ക് അവകാശിയാകുന്നു. മറ്റൊരിടത്ത് പറയുന്നത് ഈ ഇസ്മായേൽ എന്നൊക്കെ പറഞ്ഞ് ശരിയോ തെറ്റോ എന്നൊന്നുമല്ല, ദൈവത്തിന്റെ ഇടപെടൽ വരുമ്പോ അതിന് പ്രതികരിക്കാൻ മടി കാണിക്കാത്ത അബ്രഹാമിനെ പോലെ ആ യെരിഹോ പട്ടണത്തിലേക്ക് യേശു ക്രിസ്തു വന്നപ്പോ യേശുവിന്റെ ശബ്ദം കേട്ട് ഒരു മടി കാണിക്കാതെ പ്രതികരിച്ചവനാ സക്കായി. അതുകൊണ്ടാ പറഞ്ഞത് ഇവന്റെ അപ്പന്റെ മോന ഇവനെന്ന് ഇവൻ കാണിക്കാനിടയായി തീർന്നു.
ഒരു നല്ല സ്തോത്രം പറഞ്ഞു ഇതില്. സ്വതന്ത്രം വിശ്വാസത്താൽ നമ്മുടെ പിതാവ് അബ്രഹാമൊക്കെ തന്നെയാ. ഇന്ന് രാത്രി ഞാൻ രാത്രികാലം ഞാൻ ആത്മാവിൽ ഒന്ന് ചോദിക്കട്ടെ. 2014 നമ്മെ വിട്ടുപോയി, 2013 നമ്മെ വിട്ടുപോയി. ഇന്നലകളിൽ പലവട്ടം ദൈവസാന്റെ ഈ ആലയത്തിനകത്തേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന്റെ പ്രത്യക്ഷത ഈ ആലയത്തിനകത്തേക്ക് ഇറങ്ങി വന്നു. സർവശക്തന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. നിന്റെ കൂടാരത്തിൽ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വന്നു. നീ ആരാധിച്ച നിന്റെ പായിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, വിശ്വാസത്താൽ അബ്രഹാം നിന്റെ പിതാവാണെങ്കിൽ അബ്രഹാമിനെ പോലെ പ്രത്യക്ഷത വരുമ്പോ, അവന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോ അതിനെ ആത്മാവിലൊന്ന് പ്രതികരിക്കാൻ, അവൻ പറഞ്ഞ ദൂതുകളെ ആത്മാവിലൊന്ന് ഏറ്റെടുപ്പാൻ, അവൻ പറഞ്ഞ ആലോചനകളെ ആത്മാവിലൊന്ന് ഏറ്റെടുപ്പാൻ, അവന്റെ ശക്തിയുടെ വല്ലഭത്വത്തെ ആത്മാവിലൊന്ന് റിസീവ് ചെയ്യാൻ, അല്ല യേശു പറഞ്ഞതുപോലെ ഇവന്റെ ജീവിതത്തിൽ ഇവൻ തെളിയിച്ചെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കത്തക്കവണ്ണം ആത്മാവ് നമ്മെ സജ്ജരാക്കി നിർത്താനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥന എല്ലാ മാസവും നടക്കുമ്പോ വന്നിരുന്നു പോകാനല്ല ഞാൻ ഈ ഭാഗം എടുക്കണമെന്ന് ചിന്തിച്ചല്ല. എങ്കിലും പരിശുദ്ധാത്മാവ് ഈ 2015 പ്രാരംഭ ഉപവാസത്തിന്റെ പ്രാരംഭ സെക്ഷൻ തന്നെ ഇടപെടുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, അവന്റെ പ്രത്യക്ഷത കണ്ടേച്ച് വീട്ടിൽ പോകാനല്ല സ്വർഗം നിന്നെ വിളിച്ചത്. പ്രതികരിക്കാൻ നീ തയ്യാറാണെങ്കിൽ, അതിനെ ആത്മാവ് റിസീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അതിന് നേരെ ആത്മാവ് ശബ്ദിക്കാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധ ആത്മാവ് ഒരു നിറവ് തന്ന്, ഒരു വല്ലഭ തന്നു നിന്നെ നടത്താൻ ശക്തൻ തന്നെയാ. മനസ്സിലായെങ്കിൽ കരങ്ങളെ അടിച്ച് അല്പസമയം കർത്താവിനൊന്ന് ശ്രുതിച്ചാട്ടെ. തിക്കാൻ മല വിളിച്ചു, വിളിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ ആ മലയെ വിളിച്ച് 3 പേരും പോയി. ഞാൻ സ്വാഭാവികമായി പറയുന്നു മനുഷ്യബുദ്ധിയിൽ ബാക്കി 9 പേരെ താഴ്വരയിൽ വിശ്രമിക്കാൻ വിട്ടേച്ച കർത്താവ് ഇവരെ വിളിച്ചോണ്ട് പ്രാർത്ഥിക്കാൻ പോയി. ഈ പോയ യാത്രയിൽ തമ്മിൽ ഇവർ പറഞ്ഞു കാണാം, ബൈബിളിലില്ല, പറഞ്ഞു കാണാം. ഒന്നിച്ചധ്വാനിച്ച് 9 എണ്ണത്തിന് റെസ്റ്റ് ചെയ്യാൻ കർത്താവ് സമയം കൊടുത്തേച്ച് നമ്മളെ പിന്നെയും വേലയ്ക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയെക്കുറിച്ച് 10 മണിക്കൂർ പ്രസംഗിക്കുക, 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് പാടാ. പ്രാർത്ഥിക്കാനാണ് വിളിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെന്നവർ അല്ലെങ്കിൽ ഈ പോയവർ ദിവാസ്വപ്നം കണ്ടേച്ചാ പോയേ. താഴെ 9 പേര് ഉറങ്ങുന്നതിനെ കുറിച്ച് സാറേ ഹല്ലേലൂയ. പത്രോസ് മനസ്സിൽ ചിന്തിച്ച് കാണും, എൻ്റെ ഭാവനയാണിത്. പത്രോസ് മനസ്സിൽ ചിന്തിച്ച് കാണും, ഹല്ലേലൂയ സാറ ഓരോരുത്തരായിട്ട് ഉറങ്ങുന്നത്. സാറേ ഹല്ലേലൂയ, ആളിങ്ങനെ ചരിഞ്ഞു കിടക്കുന്നു, മറ്റേ ആൾ ഇരുന്നുറങ്ങുന്നതെന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഇവരും തീരുമാനിച്ചു. സാറേ ശുശ്രൂഷയുടെ ക്ഷീണം മാത്രമല്ല, മല കയറിയ ക്ഷീണം കൂടി പോണ്ടോ. സാറേ ഞങ്ങൾ ഉറങ്ങി, അവരും പോയി ഉറങ്ങി. പക്ഷെ ഉറക്കത്തിനിടയ്ക്ക് തട്ടുമുട്ടും വെട്ടവും വെളിച്ചമൊക്കെ വന്നപ്പോൾ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ ലോകത്തിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ വസ്ത്രം, യേശുവിൻ്റെ വസ്ത്രം വെണ്മയുള്ളതായി. ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ അവൻ്റെ മുഖം പ്രകാശിരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ ശക്തന്മാരായ കഥാപാത്രങ്ങളായ മോശ, ഏലിയാവും യേശു ക്രിസ്തുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഉടനെ നോക്കിയ ദൈവത്തില് അവിടെ ഇതൊക്കെ കണ്ടച്ച് ഒന്ന് ഞെട്ടിയെങ്കിലും അടുത്ത വാക്ക് പത്രോസ് പറഞ്ഞത്, ഹല്ലേലൂയ, നാം ഇവിടെ ഇരിക്കുന്ന നന്ന ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. ഒന്ന് സ്തോത്രം പറഞ്ഞ ദൈവത്തില്. ഹല്ലേലൂയ, ഉറക്കപ്പിച്ചല്ല പറഞ്ഞതെങ്കിലും, ഉറക്കത്തിന്റെ കേടിനകത്താ പറഞ്ഞതെങ്കിലും, പക്ഷെ അതിനകത്ത് പ്രതികരിക്കാൻ മടി കാണിച്ചില്ല അവൻ. ആ ദൈവസാന്റെ കണ്ടപ്പോ പത്രോസ് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന നന്നെന്ന. സ്തോത്രം പറഞ്ഞ ദൈവത്തില്. അങ്ങനെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ദൈവസാന്റെ വെളിപ്പെട്ട് വരുമ്പോ, അവന്റെ പ്രത്യക്ഷത വെളിപ്പെട്ട് വരുമ്പോ ഹല്ലേലൂയ ആത്മാവിലൊന്ന് പ്രതികരിക്കുക. ഈ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്നതാ നല്ലത്, ഈ പ്രത്യക്ഷതയ്ക്കകത്ത് ഇരിക്കുന്ന നല്ലത്. അതുകൊണ്ട് തന്നെ പിന്നെ ലേഖനം എഴുതിയപ്പോ പത്രോസ് എഴുതി വെച്ചു, ഞങ്ങൾ അവനോടൊപ്പം ആ വിശുദ്ധ പർവ്വതത്തിലായിരുന്നു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളോ. ഒരു നല്ല സ്തോത്രം പറയുന്ന രാത്രിക്കാലം മടങ്ങി വരാം. നോക്കിയേ, ആ വാക്യം കണ്ടോ? സ്വതം നമ്മുടെ ചിന്തയിലേക്ക് അടക്കുക. നമ്മുടെ ചിന്താവിഷയം തന്നെയാ. എന്ത് കർത്താവ് പറഞ്ഞോ? ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ 2 പേരോട് ബന്ധപ്പെട്ട അബ്രഹാമിനെ കൂട്ടുപിടിച്ച്, ഒന്ന് ഇവനോട് ബന്ധപ്പെട്ട്, മറ്റൊന്ന് കൂനിയായ സ്ത്രീയോട് ബന്ധപ്പെട്ട്. എന്താ പറഞ്ഞത്? ഉറക്കെ പറഞ്ഞ വാക്ക്, ഇവള് ആരാ? പക്ഷെ ഇപ്പോഴെന്തോ ഇരിക്കുക, കഴിഞ്ഞ 18 സംവത്സരമായി പിശാച് ഇവളെ എന്ത് ചെയ്തിരിക്കുക?
ഒന്ന് സ്വോത്രം പറ. 3.5 വർഷക്കാലത്തെ ആയിരക്കണക്കിന് വിടുതലുകളുടെ മധ്യേ യേശു 2 പ്രാവശ്യം അബ്രഹാമിനെ കൂട്ടുപിടിച്ച് പറഞ്ഞത്, ഒന്നാ സ്ത്രീയോട് ബന്ധപ്പെട്ട് പറഞ്ഞ വാക്ക, ഇവളും അബ്രഹാമിന്റെ മോള. അബ്രഹാമിനെ കുറിച്ച് വേറെ പുസ്തകത്തിൽ ഗലാത്യ ലേഖനം പറയുന്നത്, അബ്രഹാമിന്റെ അനുഗ്രഹം വിശ്വാസത്താൽ ജാതികൾക്ക് വരേണ്ടതിന് ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുകയാ. അങ്ങനെങ്കിൽ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച, അനുഗ്രഹങ്ങൾ പ്രാപിച്ച ദൈവത്തിന്റെ സ്നേഹിതനെന്ന് അപര നാമത്തിൽ അറിയപ്പെടുന്ന അബ്രഹാമിന്റെ കൊച്ചുമോൾ ഇപ്പോ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് 1-2 വല്ല വർഷങ്ങളായിട്ടിരിക്കുക. ഇവിടെ മറ്റൊരുത്തനെ നോക്കി പറയുക, ഇവന്റെ ആത്മീയ കണ്ണ് കുരുടായി ഇന്നുവരെ കുടുംബത്തിനകത്ത് രക്ഷ വെളിപ്പെടാതെ നട്ടം തിരികുക. ഇന്ന് രാത്രി ആരോടോ നോക്കി ദൈവാത്മാവ് ദൂത് പറയുക, ഒരു പക്ഷേ നിന്റെ അപ്പൻ ദൈവത്തെ സേവിക്കുന്നുണ്ടായിരിക്കാം, നിന്റെ അമ്മ ദൈവത്തെ സേവിക്കുന്നുണ്ടായിരിക്കാം, നാളുകളായി നീ പെന്തക്കോസിലായിരിക്കാം. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഇന്ന് ഏതെങ്കിലും ഒക്കെ തലത്തിൽ പിശാച് ബന്ധിച്ചിട്ടെന്ന് നിന്റെ അകത്തളങ്ങളിൽ നീ മുദ്ര കുത്തിയിട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആ കെട്ട് പൊട്ടിക്കണം. അബ്രഹാമിന്റെ സന്തതികളായവന് അബ്രഹാമിന്റെ അനുഗ്രഹം കൈമാറ്റം നടക്കുമെങ്കിൽ യേശുവിന്റെ സന്തതിക്ക് അവന്റെ വിടുതൽ ഉറപ്പാ. നല്ല സ്തോത്രം പറഞ്ഞ ദൈവത്തില്. അതൊരു വിസ്താര ഭയത്തെ ഞാൻ ആ ഭാഗം വിടുക. സ്തോത്രം. ഈ സക്കായി എന്ന കഥാപാത്രം, സമയം വളരെ പരിമിതമാണ്. ഈ സക്കായി എന്ന വാക്കിന്റെ അർത്ഥം നിഷ്കളങ്കൻ. എന്നാ? നിഷ്കളങ്കൻ. ഈ പേര് ഇന്നസെന്റ് മാൻ എന്നാണ് കിടക്കുന്നത്. സക്കായി എന്ന വാക്കിന്റെ അർത്ഥം ഇന്നസെന്റ് മാൻ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ക്യാരക്ടറും ഈ പേരും കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ പുറത്ത് ചിരിച്ചില്ലേലും അകത്ത് നമുക്ക് എന്ത് വരാം എന്ന് പറഞ്ഞേ, ചിരി വരാം. ഞാൻ പിന്നീട് അതിലേക്ക് വരും. ശ്രോതം, ഈ സക്കായിയെ കുറിച്ച് വേറെ പുസ്തകത്തിൽ ഒത്തിരി വിശദീകരണങ്ങളൊന്നും കൊടുക്കുന്നെങ്കിൽ ഈ ഭാഗങ്ങളെ ഉള്ളെങ്കിലും ഇതിനകത്ത് 1-2 ഭാഗം നമ്മളോടുള്ള ബന്ധത്തിൽ ദൂത് പറഞ്ഞേച്ച് സക്കായി ആത്മാവിൽ എന്താ കഥ പറഞ്ഞത്, അബ്രഹാമിനെ പോലെ ഇവനിൽ തന്നെ തെളിയിച്ചു, അതുകൊണ്ട് ഇവന്റെ വീട്ടിൽ എന്താ വന്നു. പിന്നെ കർത്താവ് ആ വാക്യത്തിൽ തന്നെ എന്നെ പിടിച്ചു നിർത്തുന്നു. ദൈവത്തിന് അത് നിന്നോടുള്ള ദൈവശബ്ദമാ. വന്നിരുന്ന് കൈയടിച്ച് പാട്ടുപാടി വീട്ടിൽ പോകാനല്ല, പ്രസംഗം കേട്ടേച്ച് അതിന് മാർക്കിട്ടേച്ച് പോകാനല്ല. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ അഭിഷക്തന്മാർ കൂടെ നമ്മോട് ദൈവവചനം പറയുമ്പോൾ, അവരാത്മാവിൽ ദൂതുകളെ പറയുമ്പോൾ അത് കേട്ടേച്ച് പോകാനല്ല, പ്രതികരിച്ചേറ്റെടുത്തേച്ച് എൻ്റെ ഈ ഉപവാസ പ്രാർത്ഥന എൻ്റെ കുടുംബത്തിനകത്തൊരു ബ്രേക്ക് ത്രൂ ആകണമെന്ന്, എൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ, എൻ്റെ തലമുറയോടുള്ള ബന്ധത്തിൽ, എൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളോടുള്ള ബന്ധത്തിൽ, എന്നെ ഭാരപ്പെടുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന അതൊരു ബ്രേക്ക് ത്രൂ ആകണമെന്ന്, അതൊരു മാറ്റമാകണമെന്ന് ആത്മാവിൽ ആഗ്രഹിച്ച് അല്പസമയം ഉടവന റംദലേദകടകൾ ഭവദാനഗദ അൽഹതനെ റംബ ദിയാന ഹൽഹതര രഗദര അടഗന രഗദരഗടകൾ. സോദരം, പ്രൈസ് ദി ലോർഡ്. ഈ 19-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. മതി. സ്വരം ഒരു വാക്കുകൂടെ അതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ആ ഭാഗം വിടുക. ഈ സ്ഥലവേദ എരികോ. പലപ്പോഴും നമ്മുടെ വിടുതലിന് നമ്മെ പലപ്പോഴും കുറ്റം പറയാറില്ല. വിടുതലിന് തടസ്സമായിട്ട് പലപ്പോഴും നമ്മളെ പറയും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ എല്ലാവരും എന്നെ ഇങ്ങോട്ട് നോക്കിയായി. സ്വരം നമ്മൾ പലപ്പോഴും നമ്മൾ ആ തെറ്റുകാരെന്ന് പറയാറുണ്ടോ? നമ്മുടെ വിടുതലിൻ്റെ തടസ്സം ആരാ? നമ്മുടെ വിടുതലിൻ്റെ തടസ്സം ആരാ? നമ്മൾ ആരെ കൊണ്ട് ഒന്നും ഒത്തില്ല, ആരെ കൊണ്ട് പഴി പറയും? കേട്ടില്ല? അത് തന്നെ. പുള്ളി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കാര്യം. ഏത് മഹാപാപത്തിനും നമ്മൾ കൂട്ടുപിടിക്കുന്ന ആരെയാ? പിശാച്. ഞാൻ പറഞ്ഞത് പിശാച് ഉള്ളത് കൊണ്ടാണ് പല പെന്തക്കോസുകാർ ഇന്ന് പെന്തക്കോസ് നിൽക്കുന്നേ. കഴിഞ്ഞ ദിവസം ഒരാളിനോട് ഞാൻ സംസാരിച്ച പറഞ്ഞത്, ഏത് വിവരിക്കുന്നില്ല, വളരെ മോശമായ ജീവിതം നയിക്കുക, വളരെ വൃത്തികെട്ട ജീവിതം. എവിടാന്നൊന്നും ചോദിക്കല്ലേ. പക്ഷേ വരുന്ന പ്രവാചകന്മാർ മൊത്തം ആരെയാ വഴി പറഞ്ഞറിയാവോ? ഇതിൻ്റെ പിന്നിലൊരു പൈശാചികത ഉണ്ടെങ്കിലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ വേണ്ടാത്ത ജീവിതം നയിച്ചാൽ അതിന് പിശാചല്ല കുറ്റക്കാരൻ, നീ തന്നെയാണ് കുറ്റം. കാരണം നിനക്ക് ന്യായവിധി വരുമ്പോൾ, കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിന്നെ തെറ്റിച്ച പിശാചിനെ അല്ല കർത്താവ് ന്യായം വിധിക്കുന്നത്, നിന്നെയാണ് വിധിക്കുന്നത്.
അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അല്ലെ, പിശാച് എന്നെ തെറ്റിച്ചെന്ന് അവിടെ ഒന്നും പറയാൻ പറ്റുകയില്ല. ഓരോരുത്തൻ ജീവനോടിരിക്കുമ്പോൾ, അവൻ ശരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് വരുമെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി അബദ്ധം പറ്റരുത്, വഞ്ചന പറ്റരുത്. ഏതെങ്കിലുമൊക്കെ പ്രവാചകന്മാര് പിശാചിന്റെ ബന്ധനമാണെന്നും പറഞ്ഞ് നിന്റെ പാപത്തിന് ഓമനപ്പേര് കൊടുത്തെങ്കിൽ അതിനെ ആത്മാവിശ്വാസിച്ചു പറ, എന്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ കാരണം ഞാൻ തന്നെയാ. അല്ല, ഇതിന്റെ പരിണത ഫലം അനുഭവിക്കുന്നവൻ ഞാൻ തന്നെയാ. സ്തോത്രം. ഈ സ്ഥലം എരിയോ, ഞാൻ എത്ര ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മുടെ ചില സ്ഥലങ്ങളെ, വ്യക്തികളെ, വസ്തുക്കളെയൊക്കെ നമ്മുടെ വിടുതലിന് തടസ്സമായി പറയാറുണ്ട്. സ്തോത്രം. ഒന്നും ഒത്തില്ലല്ലോ പറയാം, ഞങ്ങളുടെ ഇവിടുത്തെ കാര്യമല്ല, ഇവിടുത്തെ എല്ലാവരും എനിക്കറിയാം. സ്തോത്രം. ഞങ്ങൾ റാന്നിക്കാരൊക്കെ, റാന്നിയിലൊക്കെ ഞങ്ങൾ പലപ്പോഴും പറയുന്നത്, ഓ സഭയ്ക്കകത്ത് ശുശ്രൂഷയൊന്നും ആരാധനയൊന്നും, മനസ്സിലായില്ല. ഞങ്ങൾ രക്ഷപ്പെടുന്നതൊക്കെ സഭയെ കുറ്റവും പറഞ്ഞ്, സഭയിലെ പാസ്റ്ററെ കുറ്റവും പറഞ്ഞ്, അടുത്തത് സഭയിലെ കൂട്ടുവിശ്വാസിയെ, ഓ അതിനകത്ത് ആരാധിക്കുന്നൊന്നും ഇല്ലെന്നേ, അതുകൊണ്ടാണ് എൻ്റെ വിടുതൽ. അല്ല, നിന്റെ വിടുതലിന്റെ തടസ്സം സഭയല്ല, നിന്റെ വിടുതലിന്റെ തടസ്സം പാസ്റ്റർ അല്ല, നിന്റെ വിടുതലിന്റെ തടസ്സം കൂടെ ഇരിക്കുന്ന വിശ്വാസിയല്ല, നിന്റെ വിടുതലിന്റെ തടസ്സം നീ തന്നെയാ. തെളിയിക്കാൻ സക്കായിൽ കൂടെ തന്നെ ഈ സ്ഥലം എരിഹോ. അപ്പൊ സ്ഥലം ഇവന്, ഞാൻ വരുന്നു, സ്ഥലത്തെ കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞെന്നെ മനസ്സിലാകൂ. സ്ഥലം ഇവന് വിരുദ്ധമാ, സ്ഥലം ഒട്ടും അനുകൂലമല്ലാത്ത സ്ഥലമാ. രണ്ട്, ഇവനെ നോക്കിയേ, ഇവന് സാധാരണ യഹൂദന്മാർ അവരുടെ ജീൻ വെച്ച് പഠിച്ചാൽ എല്ലാവരും ഒരു 6 അടി കൂടുതൽ ഹൈറ്റ് ഉള്ളവരാ. പക്ഷെ ഇവൻ ആളിൽ എന്ത് ചെയ്തതാ? അപ്പൊ നോക്കിയേ, ഒന്ന് സ്ഥലം വെച്ചാൽ ഇവന് പ്രതികൂലമാ, ഇവന്റെ വ്യക്തിത്വം പഠിച്ചാൽ അതും പ്രതികൂലമാ. 3, മറ്റുള്ളവരെ നോക്കിയേ, ഇവന് ആളിൽ കുറിയവനായതുകൊണ്ട് നമ്മൾ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക്, പബ്ലിക് കാരിയറെ യാത്ര ചെയ്യുന്നവർ, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഏതെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ ബാഗുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, ഈ 10 ആൾക്കാരുടെ ഇടയ്ക്ക് ഈ കുഞ്ഞുങ്ങൾ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ശ്വാസം മുട്ടുമ്പോൾ അല്പം കാഴ്ചപ്പാടുള്ളവരൊക്കെ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? ഇവർ ശകലം മാറ്റിയിട്ട് ഈ സീറ്റിൻ്റെ ഇടയിലോട്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ആ സാമാന്യ ബോധം മലയാളിക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ ചെറിയ പുള്ളിയൊന്നുമല്ല, അല്ല എരികോ പട്ടണത്തില് ചുങ്കക്കാരുടെ പ്രമാണിയ, ഇവൻ ടാക്സ് കളക്ടർ എന്നല്ല, അതിന്റെ ടോപ്പാണ്. സമൂഹത്തിൽ വിലയും നിലയുമുള്ള ഒരു വ്യക്തിത്വമാ സക്കായി. പക്ഷെ സംഭവിച്ച നോക്കി, യേശുവിനെ കാണാൻ ചെന്നേച്ച് മുമ്പിൽ നിന്ന് ഒറ്റയൊരെണ്ണം പൊക്കമുള്ള ഒറ്റയൊരെണ്ണം ഇവന് വഴിമാറിക്കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇവൻ കാട്ടത്തിയക്കരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തില്, 1 ദേശവിന് വിരുദ്ധമാ, 2 ഇവന്റെ ശരീരവിന് വിരുദ്ധമാ, 3 ഇവന്റെ ചുറ്റും നിൽക്കുന്ന വിരുദ്ധമാ. പക്ഷെ സക്കായി ഒന്നുറച്ചു, ഞാൻ യേശുവിനെ കാണാൻ ഇറങ്ങിയത് കണ്ടേച്ചേ പോത്തുള്ളൂ. മനസ്സിലാക്കി ഒന്ന് സ്തോത്രം പറ. നാട്ടുകാരെ പഴി പറഞ്ഞു, വീട്ടുകാരെ പഴി പറഞ്ഞു, ദൈവസഭയെ പഴി പറഞ്ഞു നിന്റെ ആയുസ് വെറുതെ നഷ്ടപ്പെടുത്തരുത്. സഭ നിനക്ക് വിരോധമായാലും, വിശ്വാസം നിനക്ക് വിരോധമായാലും, നാട് മുഴുവൻ നിനക്കെതിരായാലും, നീ തീരുമാനിക്കാൻ തയ്യാറായാൽ 2015 നിന്റെ ജീവിതത്തിൽ വിടുതലിന്റെ വർഷമാ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല സ്തോത്രം പറഞ്ഞു. സ്തോത്രം. എൻ്റെയൊക്കെ സാക്ഷി അതൊക്കെ തന്നെയാണ് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. 3 വർഷം സഭയെ ശുശ്രൂഷിച്ചെങ്കിലും യഥാർത്ഥത്തിൽ എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടില്ല. 94 രക്ഷിക്കപ്പെട്ട എൻ്റെ സഹോദരൻ 99 വരെ നാട്ടുകാരെയും വീട്ടുകാരെയും എന്നെയൊക്കെ കുറ്റം പറഞ്ഞു നടന്നതാണ്. പക്ഷേ അവസാനം 99 അദ്ദേഹത്തിന് മനസ്സിലായി, ഇങ്ങനെ പോയ കാര്യം നടക്കുകയല്ല. എനിക്കറിയില്ല, ഇതിനകത്തിരിക്കുന്ന ചിലതിനൊക്കെ ഈ 2015 ചില കുഴിക്കകത്തുനിന്ന് കയറ്റാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലകളിൽ നീ ആരെയൊക്കെയോ പഴി പറഞ്ഞു, മറ്റുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ സഭയെ കുറ്റം പറഞ്ഞു, കൂട്ടുവിശ്വാസിയെ കുറ്റം പറഞ്ഞു നീ നടക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് അവസാനിപ്പിച്ചു പറ, എന്റെ വിടുതലിന്റെ തടസ്സം ഞാൻ തന്നെയാ. ഞാൻ ആദ്യമൊന്ന് ശ്രമിക്കാനിടയായാൽ ഈ 2015 അവസാനിക്കുന്നതിന് മുമ്പ് ചിലതിനെ ആത്മാവിലൊന്ന് കുടഞ്ഞു കളഞ്ഞേച്ച്, ആത്മാവിലൊന്ന് കുടഞ്ഞു കളഞ്ഞ് എനിക്ക് എഴുന്നേൽക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. 99 എൻ്റെ സഹോദരൻ ഒറ്റ തീരുമാനം എടുത്തുള്ളൂ, കർത്താവേ 99 വാച്ച് നൈറ്റ് സർവീസിന് ഹല്ലേലൂയ എൻ്റെ ഒറ്റ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ ചിലർക്കെങ്കിലും ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയാം. ഹല്ലേലൂയ. ഒറ്റ തീരുമാനമെടുത്തു. 2000 വാച്ച് നൈറ്റ് സർവീസ് ഉണ്ടെങ്കിൽ അന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം എനിക്ക് ആരാധിക്കണം. ഒന്ന് സ്തോത്രം പറ. അല്ലെ 4 വർഷം വെറുതെ കളഞ്ഞു. അവസാനം 99 പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2000 വാച്ച് നൈറ്റ് സർവീസ്, ആ വാച്ച് നൈറ്റ് സർവീസിന് അവസാനമായി എൻ്റെ പിതാവും ദൈവകൃപയിൽ അന്നേ ദിവസം തന്നെ വന്നു. കർത്താവ് കുടുംബമായി ഞങ്ങളെ ദൈവകൃപയിലേക്ക് നയിക്കാനിടയായി. ഇന്നൊരു ചലഞ്ചായി ഏറ്റെടുക്കുക. ഇതൊരു വാച്ച് നൈറ്റ് സർവീസ്
അതിന്റെ പ്രാരംഭ ഉപവാസ പ്രാർത്ഥനയാ, അതിന്റെ പ്രാരംഭ സെക്ഷനാ. ഒരു പക്ഷേ നിന്നോട് ഈ ദൂത് പറയാനാകാം, മറ്റൊരു ദൈവദാസനെ കർത്താവ് ഇവിടെ വരുത്താതിരുന്നത്, എന്നെ തന്നെ കർത്താവ് നിയോഗിച്ചത്. നീ ഏറ്റെടുക്കാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ ദൈവസഭ കൂടുണ്ട്, പ്രാർത്ഥിക്കാൻ കൂട്ടുവിശ്വാസികളുണ്ട്, കൈത്താങ്ങ് നൽകാൻ ആത്മീയ മണ്ഡലമുണ്ട്. നിന്റെ വിടുതലിന് നീ തന്നെ കാരണമായി തീരാൻ ആത്മാവ് ആഗ്രഹിക്കുക. ഒരു അബ്രഹാമിനെ പോലെ പ്രത്യക്ഷതയ്ക്കകത്ത് പ്രതികരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഈ യെരിഹോ എന്ന സ്ഥലം, ആ സ്ഥലം ഒറ്റ വാക്കി പറഞ്ഞ ഇവൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. ഒന്നാം വാക്യം നമുക്കറിയാമെങ്കിലും 19:1. മതി. ഈ സ്ഥലം ഏതാ? പുരാതന മോഹൻജദാരോ, ഹാരപ്പ സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരങ്ങൾ ഇന്ത്യക്കകത്ത് പ്രബലപ്പെട്ട കാലഘട്ടങ്ങളിൽ തന്നെ പ്രബലപ്പെട്ട പുരാതനമായ ഒരു പട്ടണമായി യെരിഹോ. ശ്രദ്ധിക്കണേ, സിന്ധു നദീതട സംസ്കാരങ്ങളും മോഹൻജദാരോ, ഹാരപ്പ സിവിലൈസേഷനൊക്കെ ഇവിടെ ഡെവലപ്പായി. ആ സിന്ധു എന്ന വാക്കിൽ നിന്ന് ഹിന്ദ് എന്ന വാക്കുണ്ടായത്, ഹിന്ദ് എന്ന വാക്കിൽ നിന്ന് ഹിന്ദു എന്ന വാക്കുണ്ടായത്. ഹിന്ദു എന്ന് പറയുന്ന ഒരു മതമല്ല, ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. അല്ലെങ്കിൽ സിന്ധു നദീതടത്തിന്റെ, അതായത് സിന്ധു നദിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്കാരത്തിന്റെ പേര് ഹിന്ദുത്വം എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ആ കാലഘട്ടങ്ങളിൽ തന്നെയുള്ള ഒരു പുരാതന പട്ടണമാണ് യെരിഹോ. പക്ഷെ സംഭവിച്ച എല്ലാവർക്കും നമുക്കറിയാം. ഹല്ലേലൂയ. യോശുവയുടെ നേതൃത്വത്തിൽ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, യോശുവയുടെ നേതൃത്വത്തിൽ ജനം ആദ്യം പിടിച്ചടക്കിയ പട്ടണം യെരിഹോ പട്ടണമാണ്. സ്വരം വിവരിക്കുന്നില്ല ഭാഗം. പക്ഷെ യെരിഹോ പട്ടണം പിടിച്ചടക്കി അതിന്റെ സകലതിനെയും കത്തിച്ചു കളഞ്ഞിട്ട് യെരിഹോ യോശുവ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരെങ്കിലും ഇതിനി പണിയാൻ ശ്രമിച്ചാൽ, ശ്രദ്ധിക്കണേ, യെരിഹോ കോട്ട മുഴുവനും തകർത്ത് കളഞ്ഞിട്ട് പറഞ്ഞ വാക്ക്, ആരെങ്കിലും ഇത് പണിയാൻ ശ്രമിച്ചാൽ, പണി തുടങ്ങുമ്പോ അവന്റെ മൂത്ത മകനും പണി തീരുമ്പോ അവന്റെ ഇളയ മകനും മരിക്കാനിടയാകും. പക്ഷെ സംഭവിച്ചത് ഈ ദിവസങ്ങളിൽ തുടർമാനം നാം ഞായറാഴ്ച അല്ലെങ്കിൽ ഇസബേലിന്റെ വാഴ്ചകളെ കുറിച്ചും അതിന്റെ മേലുള്ള ഏലിയാവിന്റെ യുദ്ധത്തെ കുറിച്ചും ചിന്തിക്കുന്നത്. അതിനോട് തന്നെ ബന്ധപ്പെട്ട വാക്യമാണ്. പെട്ടെന്ന് വായിച്ചാട്ടെ. 1 രാജാക്കന്മാർ 16-ാം അധ്യായം അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചു. 1 രാജാക്കന്മാർ 16-ന്റെ അവസാനത്തെ വാക്യം. ഹിയേൽ ശ്രദ്ധിക്കണേ, അതിന്റെ ഇതാര് പറഞ്ഞെന്ന് ചോദിച്ചാൽ യോശുവ പറഞ്ഞു. ഇതാരാ പണിയിപ്പിച്ചെന്ന് ചോദിച്ചാൽ ആഹാബ് പണിയിപ്പിച്ചു. ആരാ പണിയിപ്പിച്ചേ? അടുത്ത 17:1. എന്നാൽ എന്നാ വാക്ക്? എന്നാൽ എന്നാ തുടങ്ങി? എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ശബ്ദത്തെ അനുസരണക്കേട് ആഹാബ് കാണിച്ചപ്പോ ഒരുവനെ കൊണ്ട് പണിയരുതെന്ന് പറഞ്ഞത് പണിയാൻ തക്കവണ്ണം ഒരുവൻ ആജ്ഞ കൊടുത്തതോടുകൂടി അപ്പ ദൈവം ഏലിയാവിനെ എഴുന്നേൽപ്പിച്ചു. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ആ 17 തുടങ്ങുന്നത് തന്നെ എന്നാലെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി. അതിന്റെ മേളത്തെ 16-ന്റെ അവസാന വാക്യമാ. അല്ലെങ്കിൽ യെരിഹോ, നമ്മുടെ വിഷയം അതല്ല, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. അല്ലെ, ഒന്ന്, യെരിഹോവിന്റെ പ്രത്യേകത ശാപം കിട്ടിയ പട്ടണമാ. ആരാ ശപിച്ചത്? ഒരഭിഷക്തന്റെ അധരങ്ങളിൽ നിന്ന് വന്ന വാക്ക്. ഇന്ന് രാത്രി ഭയത്തോടെ ഞാനൊരു വാക്ക് പറയട്ടെ, അത് പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നു. ശ്രദ്ധിക്കണം ദൈവത്തിന്. അറിഞ്ഞോ അറിയാതെയോ ഹല്ലേലൂയ, ഏതെങ്കിലും ഒരു ദൈവദാസന്റെ, ഏതെങ്കിലും ഒരു ആത്മനിറവ് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ മനം നൊന്ത് ഒരു കണ്ണുനീർ വീണാൽ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അതിന് കണക്ക് പറയേണ്ടി വരും. സ്വതന്ത്രം. ഇവിടെ നോക്കിയ യോശുവ പറഞ്ഞു, കാലങ്ങൾ പലത് കഴിഞ്ഞു. യോശുവയുടെ കാലഘട്ടം കഴിഞ്ഞു, ന്യായാധിപ കാലഘട്ടമായി. ന്യായാധിപ കാലഘട്ടം കഴിഞ്ഞ് ശൗലിന്റെ കാലഘട്ടമായി. ശൗലിന്റെ കാലഘട്ടം കഴിഞ്ഞ് ദാവീദിന്റെ കാലഘട്ടമായി. ദാവീദിന്റെ കാലഘട്ടം കഴിഞ്ഞ് ശലോമോന്റെ കാലഘട്ടമായി. ശലോമോന്റെ കാലഘട്ടം കഴിഞ്ഞ് യെരോബെയാമിന്റെ കാലഘട്ടമായി. വർഷങ്ങൾ പലത് കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും അന്ന് പറഞ്ഞത് അതുപോലെ സംഭവിക്കാനിടയായി. സ്തോത്രം. ശാപം കിട്ടിയ പട്ടണമാ. എൻ്റെ വിഷയം അതല്ലല്ലോ. ശാപം കിട്ടിയ പട്ടണമാ. ആ ശാപത്തിന്റെ നമുക്കറിയാം. ഹിരോഷിമ നാഗസാക്കിയിൽ അമേരിക്ക അണുവായുധം ഇട്ടതുകൊണ്ട്, അനുഭവം വിട്ടതുകൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും ജനിക്കുന്ന പിള്ളേർക്ക് അതിന്റെ കേടുണ്ടെന്ന് പറയുന്ന പോലെ ഹല്ലേലൂയ, വർഷങ്ങൾ കഴിഞ്ഞിട്ടും യെരിഹോവിന്റെ ശാപം മാറിയില്ല. യെരിഹോവിനെ കുറിച്ച് പിന്നെ ചരിത്രം പഠിച്ചാൽ നമുക്കെല്ലാം അറിയാം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹല്ലേലൂയ, പ്രവാചക ശിഷ്യന്മാർ വന്നു ഏലീശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പട്ടണം നല്ലതാ, ഇവിടുത്തെ
ഇവിടുത്തെ ഇരിപ്പ് നല്ലതാ, പക്ഷെ ഇവിടുത്തെ വെള്ളം അത് ചീത്തയും ഗർഭനാശവുമാ. ആ പട്ടണവും എരിഹോ തന്നെയാ. ശ്രദ്ധിക്കണം ഇതില്. അങ്ങനാണെങ്കിൽ വെള്ളം പോലും ഒരു കാലഘട്ടങ്ങളിൽ ശാപത്തിന് പാത്രീഭൂതമായ എരിഹോ പട്ടണത്തിനകത്ത് വെള്ളത്തിൽ പോലും അതിന്റെ കേട് വരാനിടയായി. തീർന്നില്ല എരിഹോവിന്റെ പ്രത്യേകത. ഇവിടെ നോക്കിയേ, ഈ തുടങ്ങുന്ന 19-ാം അധ്യായം ആത്മീയ കുരുടനെ പറയുമ്പോ 18-ാം അധ്യായം അവസാന കണ്ണിക പറയുന്നത് അല്ല, ലൂക്കോസ് 18-ന്റെ അവസാന കണ്ണിക ആശ്ചര്യ കുരുടനെ, ഫിസിക്കൽ ബ്ലൈൻഡിനെ പറയുന്നുണ്ട്. കണ്ണ് കാണാത്തൊരു മനുഷ്യൻ. അങ്ങനെ രോഗികളുണ്ട്. തീർന്നില്ല. അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ ഉപമയെന്നാ, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് എന്ത് ചെയ്തു? യാത്ര ചെയ്തു. കള്ളന്മാരുടെ കയ്യിലാകപ്പെട്ടു. അപ്പൊ എരിഹോവിന്റെ പ്രത്യേകത വല്ല മനസ്സിലായോ? ഒന്ന്, ശാപം കിട്ടിയ പട്ടണം. തീർന്നില്ല. 2, വെള്ളം കേടുവന്നു, പക്ഷെ പ്രവാചകൻ കേടു മാറ്റി. 3, ഇഷ്ടം പോലെ ആത്മീയ രോഗിയുണ്ട്, ശാരീരിക രോഗിയുണ്ട്, അതിനും പഞ്ഞമില്ല. കള്ളന്മാരുമുണ്ട്. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒന്ന് പറ, നമ്മൾ വിടുതലിന് എന്തോ പറയും. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ സക്കായി ആര്, നമുക്കറിയാവുന്ന കാര്യമൊക്കെ. എടുക്കേണ്ട വാക്ക് യോഹന്നാൻ 5-ാം അധ്യായത്തിൽ എടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധിച്ചാൽ മതി. അവിടെ കർത്താവ് ഹല്ലേലൂയ ബെഥസ്ദാ കുളക്കര കിടക്കുന്നവനോട്, തീരുക സമയം, നമ്മളിതുവരെ നമ്മുടെ വിഷയത്തിലേക്ക് കയറിയില്ല. ബെഥസ്ദാ കുളക്കര കിടക്കുന്നവനോട് യേശു എന്ന് ചോദിച്ചാൽ നിനക്ക് സൗഖ്യമാകാൻ സിമ്പിളാണ്, നമുക്കറിയാം. ഇവൻ എന്നാ പറഞ്ഞേ? എന്നെ കുളത്തിലിറക്കാൻ എനിക്ക് ചോദിച്ച ചോദ്യം എന്നാ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അത് അല്ലേ? സൗഖ്യമാകാൻ മനസ്സുണ്ടോ? യെസ് അല്ലേ? നോ. യെസ് ഓർ നോ ക്വസ്റ്റ്യനാ. പക്ഷെ ഇവൻ തിരിച്ചു പറയാൻ എന്നെ കുളത്തിലിറക്കാൻ. കുളത്തിലിറക്കുന്ന കാര്യമല്ല നിന്നോട് ചോദിച്ചേ. ഈ 2015 ഗതി പിടിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോന്നാ അതാ ചോദിച്ചേ. ഇന്ന് രാത്രി അല്ലല്ലേ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നേ, അല്ല കുളത്തിലിറക്കാനും കൂടെ പ്രാർത്ഥിക്കാനും പ്രവാചകനുണ്ടോ, വിശ്വാസിയുണ്ടോ എന്നല്ല. ഈ 2015 എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഗതി പിടിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അത് തരാനാവ വന്നതെന്ന് പ്രതികരിക്കാൻ നീ തയ്യാറാകുക. മനുഷ്യരോടല്ല, മറ്റുള്ളവരോടല്ല, നിന്നെ വിളിച്ചിറക്കിയ ദൈവത്തോട് ആത്മാവിൽ പ്രതികരിക്കുക. യെസ് ഓർ നോ, അത് ഉത്തരവത്. അതിനുമേൽ പ്രവർത്തിക്കാൻ കർത്താവ് ശക്തനാ. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഇവൻ പറഞ്ഞ വാക്കെന്നെ, എന്നെ കുളത്തിലിറക്കാൻ എനിക്ക്. അടുത്ത വാക്കെന്നാ പറഞ്ഞേ? ഞാൻ തനിയെ ചെല്ലുമ്പോൾ മറ്റൊരാൾ എനിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു? എൻ്റെ പൊന്നു സഹോദര, അപ്പം നിനക്ക് തന്നെ എന്ത് ചെയ്യാം പറഞ്ഞേ. ഇവൻ പറഞ്ഞ വാക്ക് ഞാൻ തനിയെ. നമ്മൾ ചിന്തിക്കുന്ന ഈ പുള്ളി അങ്ങ് പക്ഷവാത രോഗി, എഴുന്നേക്കാനൊന്നും പറ്റുകയെന്നൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനൊന്നും അവിടെങ്ങും പറയുന്നൊന്നുമില്ല. ഇവൻ രോഗിയാ. രോഗം എന്നാന്നുള്ളത് നമ്മളങ്ങ് അവിടെ അങ്ങനത്തെ ഒരു വാക്ക് വരുന്നില്ല. ശ്രദ്ധിക്കണേ, ഇവൻ പറഞ്ഞ ഞാൻ തനിയെ എന്ത് ചെയ്യുന്നുണ്ട്? സഹോദരൻ പറ. അപ്പോൾ തന്നെ ചെല്ലുന്നതിനെ പിന്നെ എന്തിനാ കുളത്തിലിറക്കാൻ ആള്? തന്നെ നിനക്ക് ചെല്ലാമെന്ന് നീ തന്നെ പറയുന്നു, പിന്നെന്തിനാ കുളത്തിലിറക്കാൻ ആള്? നിന്റെ പ്രശ്നം എല്ലാവരും ചെല്ലുന്ന പോലെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതുകൊണ്ടാണ് നീ പറഞ്ഞത് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഒരുത്തന് അതൊരു പ്രശ്നമാണ്. ശ്രദ്ധിക്കണേ, അതിനൊരു കാര്യം ചെയ്യുക. ഈ കുളത്തിന്റെ വക്കത്ത് നീ കിടക്ക്. ബെഥസ്ദാ കുളത്തിന് 5 മണ്ഡപമുണ്ട്. ഏതേലും ഒരു മണ്ഡപത്തിന്റെ വക്കത്ത് നീ കിടക്ക്. ഈ ദൂതൻ നീ നോക്കി നിന്നാൽ 24 മണിക്കൂർ നോക്കി നിന്നാൽ മതി. വേണ്ട 12 മണി. എല്ലാ ദിവസവും ഒരു സമയത്ത് ദൂതൻ വരും. അപ്പം രാത്രി വരാറില്ലല്ലോ, കാരണം രാത്രി കലയ്ക്ക് അറിയില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഇത് പകലാകാം. അങ്ങനെയാണ് എത്ര മണിക്കൂർ നീ നോക്കി നിന്നാൽ മതി വെള്ളത്തിൽ? ഉറക്കെ പറ. 12. ഈ 12 മണിക്കൂറിനിടയ്ക്ക് എപ്പോഴോ ദൂതൻ എന്ത് ചെയ്യും? അപ്പം എത്ര നേരം നോക്കി നിന്നാൽ മതി? 12. ആ 12 മണിക്കൂർ നീ പരമാർത്ഥത നോക്കിയാൽ നിന്റെ കെട്ടുപൊട്ടി. വർഷം എത്ര പോയി? ഉറക്കെ പറ. 38. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവദാസന്മാരൊക്കെ പറയുന്നതാ, യേശു 33 വയസ്സുള്ളവനായി ഇവന്റെ മധ്യ വന്നിരിക്കുമ്പോൾ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോന്ന് പറഞ്ഞപ്പോൾ ഇവൻ പുറത്തല്ലേലും അകത്തെങ്കിലും ചോദിച്ചു കാണും, എടാ കൊച്ച നിനക്കെത്രയുണ്ട് വയസ്സ്? 38. നിനക്കെത്രയുണ്ട്? 33. എനിക്കെത്ര? ഞാൻ എത്ര കാലമായിട്ട് ഇവിടെ കിടക്കാന്നറിയാം? എത്ര? നീ ജനിക്കുന്നതിനും 5 വർഷം മുമ്പ് ഞാനിവിടെ വന്നവനാ. സഹോദരൻ, പാരമ്പര്യത്തിന്റെ പഴക്കമല്ല,
ഇന്ന് രാത്രി ചോദ്യത്തിന് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവ സാന്നിധ്യത്തിന് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, അവന്റെ പ്രത്യക്ഷതയ്ക്ക് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, വിട്ടുതല് മണിക്കൂറുകൾ കൊണ്ട് നടക്കും. ദൈവാത്മാവ് അങ്ങനെ ദൂത് പറയുക, നിന്റെ വിടുതൽ ദിവസങ്ങൾ കൊണ്ട് ചെയ്യാൻ കർത്താവ് വിശ്വാസം തന്നെയാ. ഉടവന റംദരേദ ഗടവൽ പവദല ഗടക അൽഹതന റേദി ഗടകൾ. അല്പസമയം ആത്മാവിൽ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവകരത്തിന്റെ വല്ലഭത്വം, ദൈവ ശക്തിയുടെ വല്ലഭത്വം ജീവിതങ്ങൾക്കായി വെളിപ്പെട്ടു വരാൻ. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൂതും കൂടെ ഞാൻ ചേർത്ത് പറയുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും അല്ല ഈ വചനം ദൈവാത്മാവ് പറയുന്നത്, ഒരു വ്യക്തിയോട്, ഒരു കുടുംബത്തോടാ. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിന്നോടാ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സക്കായി എന്ന വ്യക്തിത്വത്തെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ആ ഭാഗത്തേക്ക് കടത്താതെ പരിശുദ്ധാത്മാവ് നിന്നോടാ പറയുന്നത്, നിന്റെ കുടുംബത്തോടാ പറയുന്നത്. ഇന്ന് നീ പരിപാടി നിർത്ത്, മറ്റുള്ളവനെ പഴി പറയുന്ന പരിപാടി നിർത്ത്, മറ്റുള്ളവനെ പഴിചാരുന്ന പരിപാടി നിർത്ത്. കർത്താവ്, എൻ്റെ വിടുതൽ തടസ്സം ഞാൻ തന്നെയാ, അതുകൊണ്ട് എനിക്കൊന്ന് വിടുതൽ പ്രാപിച്ചേ പറ്റൂ എന്ന് ആത്മാവിന്റെ പറയാൻ തയ്യാറായാൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ എൻ്റെ ദൈവ ശക്തന്. ഇന്നലകളിൽ നിന്നോടൊപ്പം ആരാധിച്ച, ഇന്നലകളിൽ നിന്നോടൊപ്പം പ്രാർത്ഥിച്ചവന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കർത്താവ് വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിട്ട ഒരു 10 മിനിറ്റിനകം ഞാൻ നിർത്തും. സക്കായി എന്നത് എത്രയും കാച്ചു കുറുക്കി പറഞ്ഞു നിർത്താം. ഈ മനുഷ്യനോട് ചോദിച്ച ബെദസ്താ കൊളക്കര ഇവിടെ പറഞ്ഞത്, ഇതിനകത്ത് ഏത് വ്യാധി പിടിച്ചവനായാലും അവനെന്തോ വരുമെന്നാ. എൻ്റെ പൊന്നു സഹോദരൻ, നീ വെള്ളത്തിലോട്ട് നോക്കി നിന്നേച്ച് കലങ്ങുന്നത് കാണുമ്പോഴേ നീ അങ്ങ് ഇറങ്ങണ്ട, നീ അങ്ങ് വീഴ അതിനകത്തോട്ട്. നിന്റെ സകല അസ്ഥി ഒടിഞ്ഞാലും നീ ആ വീഴ്ച സകല ഈ കുളത്തിലിറങ്ങിയ ഒറ്റ ഒരെണ്ണം അതുപോലെ കയറി വന്നിട്ടില്ല, സൗഖ്യമായിട്ട് വന്ന ചരിത്രമേ ഉള്ളൂ. ഒന്ന് സ്തോത്രം പറ. അങ്ങനെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ദൂത് വെളിപ്പാടായി പറയാം. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാലും 1 വർഷമല്ലേ നഷ്ടപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ ഇടത്തും വലത്തും ഒന്നും നോക്കാതെ, മറ്റുള്ളവരെ നോക്കാതെ ഈ കുളത്തിൽ മാത്രം നോക്കി നിൽക്ക്, വിളിച്ചവരെ മാത്രം നോക്ക്. ഈ വർഷം നിന്റെ ജീവിതത്തിൽ പരപ്പിന്റെ വർഷമാ, നിന്റെ വിടുതലിന്റെ വർഷമാ. ഉടവന റംദരേദ ഗടകൾ പവദല ഗടകൾ അൽഹതന റേദി ഗടകൾ. അല്പസമയം ഒന്ന് സ്തോത്രം പറ. ഇന്ന് രാത്രി ചില തീരുമാനമെടുപ്പാൻ, ഇന്ന് രാത്രി ചില സമർപ്പണത്തിലേക്ക് വരാൻ. സക്കായി, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരിക. യേശു പറഞ്ഞത്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന്. ഞാൻ പറഞ്ഞല്ലോ, യേശു, ഞാൻ കാച്ചി കുറുക്കി പെട്ടെന്ന് പറഞ്ഞു നിർത്തുക. യേശു വന്നത് ഒരു കാരണമാണ്, പക്ഷെ കാര്യം അതല്ല. ഇവൻ്റെ ജീവിതത്തിൻ്റെ 5 പ്രത്യേകത യേശു കണ്ടു. അത് കണ്ടേച്ചാ പറഞ്ഞ് ഇന്ന് ഈ വീടിനെന്തോ വന്നു. 1, പെട്ടെന്ന് പറയാം, 1 എടുക്കണ്ട, ആരും എടുക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1, ആഗ്രഹം. എന്നാ ആഗ്രഹം? സക്കായിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാ എന്തൊരു ആഗ്രഹം? എന്നാ പെട്ടെന്ന് പറ. എന്നാ യേശു അങ്ങനെയുള്ളവന്ന് കാണണം. 1, യേശു കണ്ടത് അവൻ്റെ ആഗ്രഹം. അവനെന്തുകൊണ്ട്? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഏത് വളർച്ചയുടെയും ഏത് ഡെവലപ്മെൻറ്റ്സിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ആഗ്രഹം ഇല്ലാതെ ആരും ഒന്നും ഇതുവരെ നേടിയിട്ടില്ല. സക്കായിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നാമത്തെ പ്രത്യേകത, അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2, അധ്വാനം. എന്നാ അധ്വാനം? എല്ലാം വിവരിക്കേണ്ട കാര്യമാണ്. ശ്രദ്ധിക്കണേ. 2, അധ്വാനം. ഉറക്കെ പറഞ്ഞ വാക്ക്. നമുക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ കൃപയാൽ പാളയ സഭയ്ക്കകത്ത് അങ്ങനത്തെ തീരുമാനങ്ങളൊന്നും വാച്ച് സർവീസിൽ പറയാത്തതിനായി സ്തോത്രം. വെറുതെ നേർന്ന് നിവർത്തിച്ചില്ലെങ്കിൽ വെറുതെ അടിമേടിക്കാവുന്ന സ്തോത്രം പറ. ആരും അങ്ങനെ പറയില്ലല്ലോ, അത് സ്തോത്രം പറഞ്ഞാട്ടോ അതിന്. സ്തോത്രം. ചിലരൊക്കെ പറയത്തില്ല, ഈ 2015 ഞാനങ്ങ് കർത്താവിന് വേണ്ടി ഓടും, അധ്വാനിക്കും എന്നൊക്കെ പറയും. പക്ഷെ ഒന്നും നടക്കാറില്ല. സ്വതം ശ്രദ്ധിക്കണേ, അത് അല്ലെ പറഞ്ഞിട്ടല്ല, അങ്ങ് ചെയ്യുക. സ്വതം പറ. അല്ലെ സക്കായിയെ നോക്കി അവനൊന്ന് ആഗ്രഹം, 2 അധ്വാനം. ആഗ്രഹം നല്ലതാ. ആഗ്രഹമായിരുന്നത് കൊണ്ട് അർത്ഥമായില്ല. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? സക്കായിക്ക് യേശു അങ്ങനെയുള്ളതൊന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവൻ അധ്വാനിച്ചത് ആദ്യം ഹല്ലേലൂയ
റോഡ് വക്കിച്ച് നിന്നപ്പോൾ പറ്റുന്നില്ല. അവൻ എവിടെ കയറിയെന്നാ? ഉറക്കെ പറഞ്ഞേ. കാട്ടത്തിയെ കയറിയെന്നാ. സ്വറം. 1 ആഗ്രഹം, 2 അധ്വാനം, 3 അംഗീകാരം. എന്നാ? യേശു ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ടോ? ഒരു ബന്ധവുമില്ല. തമ്മിൽ ഇവരെ അറിയത്ത് പോലുമില്ല. പക്ഷേ യേശു താഴെ വന്ന് നിന്നേച്ച് മേളിലോട്ട് നോക്കി. സക്കായിയെ വിളിച്ചപ്പോ എന്നാ വിളിച്ചേ? സഹോദരൻ, ഞാൻ വിളിക്കുന്നില്ല, അതിനകത്തൊക്കെ ഒത്തിരി ദൂതമുണ്ട്. സക്കായിയെ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ അവൻ യേശുവിനെ അംഗീകരിച്ചത് കൊണ്ട് അവൻ ഇറങ്ങാൻ തയ്യാറായ. 4 അനുസരണം. എന്നാ? അനുസരണം. സക്കായിയെ നോക്കിയാട്ടെ. യേശു, ഞാൻ പലപ്പോഴും ഈ വാക്യം വെച്ച് ചോദിക്കാറുണ്ട്, മരത്തെ കയറുന്നതാണോ പ്രയാസം, ഇറങ്ങുന്നതാണോ എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഇവിടെ ചോദിച്ച് എല്ലാവരും പഠിച്ചത് മരത്തെ കയറുന്നതാണോ പ്രയാസം, ഇറങ്ങുന്നതാണോ പ്രയാസം? ഇറങ്ങാനാ പറ. കയറാൻ അറിയത്തില്ല, എന്ത് ചെയ്യാം? കയറാതിരിക്കുക. ഇറങ്ങാൻ അറിയത്തില്ലല്ലോ. പിടിയിട്ടില്ല. കയറാൻ അറിയത്തില്ല, കയറാതിരിക്കുക. ഇറങ്ങാൻ അറിയത്തില്ലെങ്കിൽ ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഇറങ്ങിയേ പറ്റൂ. സക്കായി എന്ന് പറഞ്ഞാൽ മരം കയറ്റക്കാരനല്ല. സക്കായി ഒരു ധനികനായ മനുഷ്യനാ. പക്ഷേ അവസാനത്തെ ദൂതിലേക്ക് വരാനാണ്, അവസാനത്തെ പോയിന്റിലേക്ക് വരാനാണ് ഞാൻ ഓടി വരുന്നത്. പക്ഷെ സക്കായി കയറി അവിടെ കിടന്ന് അവൻ ബന്ധപ്പെട്ടെന്ത് ചെയ്തെന്നാ? ഇറങ്ങി അനുസരിക്കുക. നമ്മൾ നോക്കിയാൽ യേശു പറഞ്ഞാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ ഒന്ന് ഉറക്കെ പറഞ്ഞു ഇതിന് പാർക്കേണ്ടതാകുന്നു. നാം അങ്ങനെ യേശു തന്നെയാണ് അങ്ങ് സഹിക്കുക. 12 അപ്പോസ്തലന്മാർ കൂടുണ്ട്. ഈ സമയം തീർന്നത് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. 12 അപ്പോസ്തലന്മാർ കൂടുണ്ട്, ഇല്ലേ? എല്ലാം കൂടെ ഒരു 10-25 പേരുണ്ട്. അന്ന് രാത്രി പ്രതീക്ഷിക്കാതെ എത്ര വിരുന്നുകാരുണ്ട്? നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ്. നമ്മൾ എന്നാ പറയും? പറ. ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിൽ എന്ത് ചെയ്യാൻ പോവാ? 25 പേർക്ക് പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കണം, കിടക്ക ഉണ്ടാക്കണം. നമ്മൾ പറയാം, കർത്താവേ സന്തോഷം, ഞാൻ ആ കാര്യമൊക്കെ സ്വീകരിച്ചു, അടുത്ത പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തേക്കാം. പക്ഷേ നോ. ഇതൊക്കെ കണ്ട ഇപ്പം നമുക്കൊരു കാര്യം തോന്നുന്നുണ്ടോ? ഇവരെ അനുഗ്രഹിക്കാതെ കർത്താവിന് അങ്ങനെ പോകാൻ പറ്റൂ? അനുസരണം. അവസാനമുണ്ട്. യേശു സുവിശേഷവും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. യേശു ഇവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ ആരോടെങ്കിലും അനുതാപം. എന്നാ? ഉറക്കെ പറഞ്ഞേ. ഉറക്കെ പറ വാക്ക്. ഈ അനുതാപം എന്ന് പറയുന്നത് വാ കൊണ്ട് പറയണ്ടല്ല. അതൊരു വാക്ക് പറയാനാണ് ഞാൻ ഓടി വന്നേ. അനുതാപം വാ കൊണ്ട് പറയേണ്ടതല്ല, അനുതാപം പ്രവൃത്തി വെളിപ്പെടേണ്ടതാ. എടുക്കേണ്ട പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ ആ 2 വാക്യം മാത്രം ഒന്ന് വായിച്ചു. ഞാൻ ആരോടെങ്കിലും, ഇത് ആദ്യം വായിച്ചു ലൂക്കോസിലേക്ക് വന്നിട്ട്, ഞാൻ ആരോടെങ്കിലും വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളത്തോട്ട് ആ ആ ആ ഇനി 22 പുറപ്പാട് 22-ന്റെ 1-ാം വാക്യം. ആ ആ അപ്പൊ ന്യായപ്രമാണത്തിൽ മോശ കൊടുത്ത പ്രമാണമാത് മടക്കി കൊടുക്കുന്ന കണക്ക്. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം ഇതിനെ, ഞാൻ നിർത്തുക. ഇവൻ നമ്മൾ ചിന്തിക്കുന്ന ഈ സക്കായി നാട്ടുകാരുടെ മൊത്തം മോട്ടിച്ചാൽ അങ്ങനെ ഒരു വാക്യമില്ല. ഇംഗ്ലീഷിൽ ആ വാക്യം കിടക്കുന്നത് എങ്ങനെയാ? ഇഫ് ഐ ഹാവ് ടേക്കൺ എനിത്തിങ് ഫ്രം എനി വൺ എന്നാ. ഇഫ് ഐ ഹാവ് ടേക്കൺ എനിത്തിങ് ഫ്രം എനി വൺ എന്നാ കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ആരോടെങ്കിലും വല്ലതും. ആരെടുക്കലാ പറയുന്നത്? സക്കായിക്ക് നല്ല ഉറപ്പാ. കാട്ടത്തിയുടെ മേളിലേക്ക് നോക്കി സക്കായി എന്ന് തന്നെ പേര് വിളിച്ചവന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പേര് മാത്രമല്ല, അവന്റെ സകല രഹസ്യങ്ങളും അറിയാവുന്നവന്റെ മുമ്പിലാ സക്കായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇഫ് ഐ ഹാവ് ടേക്കൺ എനിത്തിങ് ഫ്രം എനിവൺ, ഞാൻ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും എടുത്തോന്ന് എനിക്കറിയില്ല, ഉണ്ട് ഞാൻ കൊടുത്തേക്കാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വസ്തുവിന്റെ പാതി കൊടുക്കാൻ മടി കാണിക്കാത്തവൻ ചാതിവായി വാങ്ങിയത് കൊടുക്കാൻ മടി കാണിക്കുവോ? ഒന്ന് സ്തോത്രം പറഞ്ഞ ഇതിന്. ഇന്ന് രാത്രി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, എവിടുന്നെങ്കിലുമൊക്കെ നമ്മുടെ വിടുതലിന്റെ തടസ്സമായി ചില കുരുക്കൊക്കെ ഇതാ കിടക്കുന്നത്. ഞാനെപ്പോഴും പറഞ്ഞ കാര്യമാണ്. സ്വരം പണ്ടൊരു ദൈവദാസൻ, നിങ്ങളും കേട്ടുള്ള കാര്യമാണ്. പണ്ടൊരു ദൈവദാസൻ ഏതോ ഒരു രാജ്യത്ത് നിന്ന്, അമേരിക്കയിലാണെന്നാണ് പറയുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അച്ചായൻ
ഹല്ലേലൂയ. അദ്ദേഹം ഈ ദൈവദാസൻ നാട്ടിലേക്ക് പോരുക, ശുശ്രൂഷ കഴിഞ്ഞ് നാട്ടിലേക്ക് പോരുകയാ. പോരുന്നതിൻ്റെ തലേന്ന് ഈ അച്ചായന് ഈ ദൈവദാസനോട് പറഞ്ഞു, ഞാനിങ്ങനെ കേട്ടുള്ള കഥയാണ്, ദൈവദാസന്മാർ തന്നെ പറഞ്ഞു, ഈ ദൈവദാസൻ്റെ ഒരു 1500 INR ഇന്ത്യൻ റുപ്പി 1500 രൂപ എടുത്ത് കൊടുത്തേച്ച് പറഞ്ഞു, എൻ്റെ പൊന്ന് ദൈവദാസനെ, നിങ്ങൾ നാട്ടിൽ ചെന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുക്കിയിട്ട് ഏതേലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് 1500 രൂപയ്ക്ക് എങ്ങോട്ടെങ്കിലും ഉള്ള ടിക്കറ്റ് എടുക്കണം. എന്നേച്ച് ആ റെയിൽവേ ആ പാളത്തിലോട്ട് കയറി കളഞ്ഞേക്കാൻ പറഞ്ഞു. ഈ ദൈവദാസൻ ചോദിച്ചു, അച്ചാന് വട്ടാണോ? ഞാൻ നാട്ടിൽ ചെന്നേച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് എങ്ങോട്ടെങ്കിലും ഉള്ള 1500 ടിക്കറ്റ് മേടിച്ചേച്ച് എന്ത് ചെയ്യണം? പാളത്തെ. ഉടനെ ഈ അച്ചായൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ കേട്ടുള്ളത്, ഈ അച്ചായൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞ, പാസ്റ്ററെ, ഞാൻ ആലുവ കോളേജിൽ പഠിച്ചവനാ പണ്ട്. പലപ്പോഴും കോളേജിൽ വണ്ടിക്കൂലി ഇല്ലാഞ്ഞ് ഞാൻ കള്ളവണ്ടി കയറിയ, ട്രെയിൻ കയറിയ ആലുവായി പോയി പഠിച്ചിട്ടുള്ള അന്നത്തെ കാലത്ത്. അന്ന് എൻ്റെ ദാരിദ്ര്യം അതായിരുന്നു. പക്ഷെ സ്വർഗം എന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നു, എന്നെ മാനിച്ചു. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ എൻ്റെ ഉള്ളത്തോട് ഇടപെടുന്നത്, ഞാൻ റെയിൽവേയെ പലതും മോട്ടിച്ചവൻ നിവർത്തികേടുകൊണ്ട്. ഞാൻ കണക്ക് കൂട്ടി പലിശയും കൂട്ടുപലിശയും കൂടെ കൂട്ടി 1500 രൂപയോളം ഞാൻ മോട്ടിച്ചിട്ടുണ്ട്. അതിനാ ഇത് ചെയ്യണമെന്ന് പറയാം. ഒന്ന് സ്തോത്രം പറ. ദൈവത്തിലെ മാനസാന്തരം എന്ന് പറയുന്നത് വാഗൊണ്ട് വരേണ്ടതല്ല, സാക്കായി പഠിപ്പിച്ചതുപോലെ പ്രവൃത്തി വെളിപ്പെടേണ്ടതാ. ഞാൻ പറഞ്ഞല്ലോ, വിടുതലൊക്കെ വാതുക്കല, രക്ഷ വാതുക്കല. പക്ഷെ ഇന്ന് രാത്രി നീ വീട്ടിൽ പോയിരുന്നൊന്ന് ചിന്തിക്കണം. നിങ്ങളോട് മാത്രമല്ല, എന്നോടും കൂടെ എവിടെങ്കിലുമൊക്കെ. സ്വതന്ത്രം. ഞാൻ എൻ്റെ ഒരു അനുഭവം പലപ്പോഴും ഇത് പറയുമ്പോൾ എം സാറൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവം കൂടെ പറയുക. ഞാനൊരു പാറക്കോള അധ്യാപകനായിരുന്നു, പാറക്കോള അധ്യാപകൻ. സാറേ, കർത്താവ് എന്നെ ക്രമീകരിച്ചത്. ഞാൻ പാറക്കോളയിൽ ഒരു യൗവനക്കാരന് പ്രീ ഡിഗ്രിക്ക് അക്കൗണ്ടൻസി സബ്ജക്റ്റ് എടുത്ത് കൊടുക്കാമെന്നും പറഞ്ഞ്, അന്ന് വലിയ ഫീസൊന്നുമില്ല, ഒരു ചെറിയ തുകയുള്ളൂ, തുകയൊന്നും പറയുന്നില്ല. അത് ഞാൻ മേടിച്ച്, അഡ്വാൻസ് മേടിച്ചു. ബാക്കി തുക 2 ഗഡുവായിട്ട് തരണം. ആദ്യത്തെ തുക മേടിച്ചിട്ട് ആ സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ട് വിശ്വാസി വരുന്നത്. ഞാൻ ഈ കാര്യം വിട്ടുപോയി. ഞാൻ നേരെ ശുശ്രൂഷയിലേക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞു, രക്ഷിക്കപ്പെട്ട എൻ്റെ പിറ്റേ ദിവസം തൊട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. നേരെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി ബൈബിൾ കോളേജിൽ പോയി. ഒരിക്കൽ ഒരു ബൈബിൾ കോളേജ് 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാനൊരു തുക ഇങ്ങനെ കാണുക, എൻ്റെ മുമ്പിൽ നിന്ന് വട്ടം കറങ്ങുക. സ്തോത്രം. ഞാനിത് ആകപ്പാടെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു, നീ ഒരാളുടെ ഇത്ര രൂപ മോട്ടിച്ചെന്ന്. തുക ചെറുത്, അതുകൊണ്ടാണ് പറയാത്തെ, മോട്ടിച്ചെന്ന് പറഞ്ഞു. ഞാനിരുന്ന് ജാഗരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ അക്കൗണ്ടൻസി പഠിപ്പിക്കാമെന്നും പറഞ്ഞ് ഇന്നാറേ നീ ഇത്ര രൂപ മേടിച്ചിട്ട് നീ പഠിപ്പിച്ചുമില്ല, നീ പൈസ തിരിച്ചും കൊടുത്തില്ല. സ്തോത്രം. അപ്പോൾ വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ ആഴ്ച തന്നെ ഞാൻ ആ പൈസ കൊടുത്തേക്കാം. ഞാൻ ആഴ്ച എനിക്ക് വീക്കെൻഡ് ലീവ് കിട്ടിയപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ, എനിക്ക് ഈ പയ്യനെന്ന് പറഞ്ഞാൽ എൻ്റെ ഏകദേശം സമപ്രായമുണ്ട്. അദ്ദേഹം പ്രീ ഡിഗ്രി എഴുതാൻ പറ്റാതെ വന്ന് പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. ബിസിനസ് ഡെവലപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് പ്രീ ഡിഗ്രി എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം എൻ്റെ സെയിം ഏജ് വരും. ഞാൻ ഈ സ്ഥലം തിരക്കി പിടിച്ച് ആ വീട്ടിൽ ചെന്ന്, ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചൊരു കൊച്ചുപോയി. ആ ഭാര്യ അവിടെ ഉണ്ട്, അദ്ദേഹം ജോലിക്ക് പോയി, ബിസിനസ്സിന് പോയി. ഞാൻ ആ ഭാര്യയുടെ കൊടുത്തിട്ട് ഞാൻ ഒരു കവറിനകത്ത് എഴുതി ഇന്നാരാണെന്ന് എഴുതിയിട്ട് ആ തുക കൊടുത്തപ്പോഴാണ് എനിക്ക് സമാധാനം വന്നേ. മനസ്സിലായെന്ന് സ്തോത്രം പറ. ഇന്ന് രാത്രി സക്കായിയുടെ അനുതാപം പ്രസംഗിക്കാൻ എനിക്ക് പ്രാഗൽഭ്യം തന്നത് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ ഉണർത്തി അത് ക്രമീകരിച്ചത് പിന്നെയാ. മനസ്സിലായെന്ന് സ്തോത്രം പറഞ്ഞതിലെ മടങ്ങി വരിക. അപ്പനായ അബ്രഹാമിൻ്റെ അതേ ക്യാരക്ടർ കാണിച്ചെന്നൊക്കെ യേശു പറഞ്ഞത് ചുമ്മാതൊന്നുമല്ല. 1 ഇവൻ്റെ ആഗ്രഹം, 2 ഇവൻ്റെ അധ്വാനം, 3 ഇവൻ്റെ അംഗീകാരം, 4 ഇവൻ്റെ അനുസരണം, 5 ഇവൻ്റെ അനുതാപം. ഇത്രയും കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മോനാ. ഒരു നിമിഷം കണ്ണുകളെ നമുക്ക് ദിവസം അടയ്ക്കാം. എല്ലാ കണ്ണുകളും ദിവസം അടച്ചാട്ടെ. ഈ 2015 പ്രാരംഭ മാസം ഉപവാസ പ്രാർത്ഥനയായി നാം ദൈവസ്ഥലായിരിക്കുന്നല്ലോ. ഈ പ്രാരംഭ സെക്ഷൻ ദൈവത്തിൻ്റെ ആത്മാവിടപെട്ട ദൂതുകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക. എനിക്കൊന്നറിയാം, ഇതിനകത്ത് ആർക്ക് വേണ്ടിയോ ഈ 2015 ചിലതൊക്കെ ചെയ്യാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എഴുതി വെച്ചോ, നീ മാറാൻ തയ്യാറാണെങ്കിൽ
ഒരാഗ്രഹം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തയ്യാറാണെങ്കിൽ, ഒന്ന് അധ്വാനിക്കാൻ നീ തയ്യാറാണെങ്കിൽ, യേശുവിനെ ഉള്ളതുപോലെ ഒന്ന് അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ, യേശുവിനെ ഒന്ന് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ജീവിതത്തിൽ ഇന്നലകളിൽ വന്ന കുറവുകളെ, ആകായ്മകളെ അതൊന്ന് ഏറ്റുപറയാൻ, അനുദപിക്കാൻ നീ തയ്യാറാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തൻ തന്നെയാണ്. വിവരിക്കുന്നില്ല. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവസടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനായി കരങ്ങളൊക്കെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിനെ അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമദോസവാസം കൂട്ടായ്മയെ നാം ഓർത്ത് പ്രാവശ്യം എല്ലാ വിഷയമേലും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട വിഷയമേലും ഭൂലോകത്തിൽ 5 വിശ്രമാനമേലും വിശേഷാൽ രാത്രി കാലം കടന്ന എല്ലാ ദൈവജനത്തിന്മേലും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയന്തപുത്രം നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.